തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലുമുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം നേമം മണ്ഡലത്തിൽ മത്സരിക്കുന്ന, അതായത് മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ നേമത്തെ സാഹചര്യം ചോദിക്കാം. ശരിക്കും നേമത്തെ ജനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. നേമം നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ് BJP ജയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത്. 5 വർഷക്കാലം കൊണ്ട് ഈ നേമത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നേമത്തെ ജനങ്ങൾക്കും ബാധകമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടന്നത് അത് നേമത്തെ ജനങ്ങൾക്ക് ബാധകമാണ്. ഉദാഹരണം, 23 സ്കൂളുകളാണ് ഉള്ളത്. 19 സ്കൂളുകൾക്കും പുതിയ സ്കൂൾ കെട്ടിടങ്ങളായി. അതൊരു ലോക അത്ഭുതങ്ങളിലൊന്നാണ്. അങ്ങനെ ആരോഗ്യരംഗമായിരുന്നാലും വിദ്യാഭ്യാസ രംഗമായിരുന്നാലും ഗതാഗത രംഗത്തായിരുന്നാലും പാലങ്ങൾ പണിയുന്ന കാര്യത്തിൽ മുടവൻമുകൾ പാലം 12.5 കോടി രൂപയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളോട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ വികസന പ്രവർത്തനം വിലയിരുത്തുന്ന ഏതൊരാൾക്കും BJPയുടെ 5 വർഷക്കാലത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും വിലയിരുത്തി കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ എതിരാളി BJP ആകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ BJP തന്നെയാണ് എതിരാളി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത്. പിന്നെ UDFൻ്റെ ശബരിനാഥ് ഒരു യുവ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മത്സരം ഏതെങ്കിലും തരത്തിൽ ശക്തമാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിനേക്കാൾ വലിയ ശക്തനായിരുന്നല്ലോ K മുരളീധരൻ. അപ്പോൾ അത് വെച്ച് വിലയിരുത്തിയാൽ മതി. അപ്പോൾ UDFന് വലിയ പ്രതീക്ഷ നോക്കണ്ട എന്ന് തന്നെയാണോ? അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് വിലയിരുത്തേണ്ടത്. ഞാനൊരു സ്ഥാനാർത്ഥിയാകുമ്പോൾ വേറൊരു സ്ഥാനാർത്ഥി തോറ്റു പോകുന്നു എങ്ങനെ ഞാൻ പറയുന്നത്? എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കാൻ വേണ്ടിയില്ലേ നിൽക്കുന്നു. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ശരിക്കും നേമത്തെ ജനങ്ങളിപ്പോൾ? ജനങ്ങളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അല്ലാതെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവർക്കില്ല. അവരുടെ മുന്നിൽ തീർച്ചയായിട്ടും നന്ദി. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് LDF ഈ മുന്നേറ്റവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെല്ലാം പരിശോധിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലുമുള്ള ഒരു പോര് പോലെ തന്നെ നേമത്തും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് LDF ഇപ്പോൾ തുടരുന്നത് എന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.